പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കേരള PSC ജൂനിയർ ടൈപ്പിസ്റ്റിൻ്റെ LD ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ കോഡ് Dയുടെ ഉത്തരങ്ങളാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ പരീക്ഷ എഴുതി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ എഴുതിയതൊക്കെ ശരിയാണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും പരീക്ഷയില്ല, ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണ്, ഒരുപാട് ചോദ്യങ്ങൾ കമ്പ്യൂട്ടറിനകത്തൊക്കെ വരുന്നുണ്ട്, പിന്നെ അല്ലാത്ത കുറച്ച് ജനറൽ ചോദ്യങ്ങളും കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ B ആണ്. ഓപ്ഷൻ B എസ്കേപ്പ് എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ്. ഓപ്ഷൻ A കണ്ടല്ലോ, ഡോട്ട് XLSX എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ A 1 only എന്ന് പറയുന്ന ഓപ്ഷൻ A ആണ് മൂന്നാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം. നാലാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ D ആണ്. ഓപ്ഷൻ D 4 only എന്ന് പറയുന്നതാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ അഞ്ചാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ A ആണ്. ഓപ്ഷൻ A എന്ന് പറയുമ്പോൾ 1 only, അഞ്ചാമത്തെ ചോദ്യം ഓപ്ഷൻ A ആണ്, 1 only ആണ്. അതുപോലെ തന്നെ ആറാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ C ആണ്. ആറാമത്തെ ചോദ്യം ഓപ്ഷൻ C ആണ്, 3 only എന്ന് പറയുന്നതാണ് ഓപ്ഷൻ C. അതുപോലെ തന്നെ ഏഴാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. 3 only ആണ്, 3 only ആണ്. ഇത് N ആണ് കേട്ടോ, N ആണ്, മറ്റേതല്ല N ആണ്. ഓക്കെ, അപ്പോൾ ആറാമത്തെ ചോദ്യം 3 only ആണ്. ഏഴാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നതാണെങ്കിൽ ഏത് നോക്കാം നമുക്ക്. ഓപ്ഷൻ B ആണ്. ഏഴാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ B ആണ്, 2 only. എന്നാൽ എട്ടാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ A ആണ്. എട്ടാമത്തെ ചോദ്യം ഓപ്ഷൻ A ആണ് ശരി ഉത്തരം. ഒൻപതാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ B, 9 ഓപ്ഷൻ B ആണ് ശരി ഉത്തരം വരുന്നത്. പത്താമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ C ആണ്. പത്താമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ C ആണ്. അടുത്ത 11ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ C, 11 ഓപ്ഷൻ C ആണ് കേട്ടോ, 11 ഓപ്ഷൻ C ആണ് ശരി ഉത്തരം വരുന്നത്. അടുത്ത 12ാമത്തെ ചോദ്യമാണ്. 12ാമത്തെ ചോദ്യവും ഓപ്ഷൻ C ആണ് ശരി ഉത്തരം. 2 and 3 only എന്ന് പറയുന്ന ഓപ്ഷൻ C ആണ് ശരി ഉത്തരം. അടുത്ത 13ാമത്തെ ചോദ്യം. 13ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ C ആണ്. 13 ഓപ്ഷൻ C ആണ് ശരി ഉത്തരം വരുന്നത്. അടുത്ത 14ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ A, 14 ഓപ്ഷൻ A ആണ് ശരി ഉത്തരം വരുന്നത്. ഇത് ഇംഗ്ലീഷ് ആണ് കേട്ടോ, ഇംഗ്ലീഷ് ആണ്. നെയ്തർ യു നോർ ഐ ആം റൈറ്റ് അല്ലേ, നെയ്തർ യു നോർ ഐ ആം റൈറ്റ്. ദ ബക്കറ്റ് ഓഫ് റോസസ് ഡാഷ് ഗിവൻ ടു ദ ഗസ്റ്റസ് അറ്റ് ദ ലാസ്റ്റ് പാർട്ടി. ദ ബക്കറ്റ് ഓഫ് റോസസ് ഈസ് ഗിവൻ ടു ദ ഗസ്റ്റസ് അറ്റ് ദ ലാസ്റ്റ് പാർട്ടി. ഹി ഈസ് നോട്ട് എ ചൈൽഡ് ബട്ട് ഹി ഡാഷ് ചൈൽഡിഷ്. എന്താണ് വരേണ്ടത്? വളരെ സിമ്പിൾ ആണ് അല്ലേ. എന്താണ്? ഹി ഈസ് ബീയിങ് ചൈൽഡിഷ് ആണ്. ഹി ഈസ് ബീയിങ് ചൈൽഡിഷ് ആണ്. ഓക്കെ കേട്ടോ, ഹി ഈസ് ബീയിങ് ചൈൽഡിഷ് ആണ്. അതുപോലെ തന്നെ വി നീഡ് $200 ഡാഷ് ദിസ് ടു പേ ഫോർ എവറിത്തിങ്. എന്താണ് ഇതിൻ്റെ ശരി ഉത്തരമായിട്ട് വരേണ്ടത്? ഓപ്ഷൻ D ആണ്, ബിസൈഡ്സ് ആണ് വരേണ്ടത് കേട്ടോ, ബിസൈഡ്സ് ആണ് വരേണ്ടത്. അടുത്ത ചോദ്യം, ടു മേക്ക് എ ക്ലീൻ ബ്രസ്റ്റ് ഓഫ് മീൻസ്. അപ്പോൾ ഈ ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ് നമ്മുടെ 17ാമത്തെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ C ആണ്, ടു കൺഫെസ് വിത്തൗട്ട് ഓഫ് റിസർവ് എന്നാണ് കേട്ടോ. ടു കൺഫെസ് വിത്തൗട്ട് ഓഫ് റിസർവ് എന്നാണ് കേട്ടോ, ടു കൺവേഴ്സ് വിത്തൗട്ട് ഓഫ് റിസർവ് എന്നാണ് നമ്മുടെ 17ാമത്തെ ചോദ്യം. ടു മേക്ക് ക്ലീൻ ബേസ്റ്റ് ഓഫ് മീൻസ് എന്ന് വെച്ചാൽ ടു കൺഫെസ് വിത്തൗട്ട് റിസർവ് എന്നാണ് ശരി ഉത്തരമായിട്ട് വരേണ്ടത്. അതുപോലെ തന്നെ 18ാമത്തെ ചോദ്യമാണ് എന്ത്? സുകന്യ സ്റ്റൂഡ് ബൈ ഹർ ഹസ്ബൻഡ് ഇൻ വീൽ ഓഫ് വോ. എന്താണ് ഈ വീൽ ഓഫ് വോ എന്ന് പറഞ്ഞാൽ എന്നാണ് ഇതിൻ്റെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ വീൽ ഓഫ് വോ എന്നറിയാമോ? വീൽ ഓഫ് വോ, വീൽ ഓഫ് വോ എന്ന് വെച്ചാൽ ഇൻ പ്രോസ്പിരിറ്റി ആൻഡ് അഡ്വേഴ്സിറ്റി എന്നാണ്. ഇൻ പ്രോസ്പിരിറ്റി ആൻഡ് അഡ്വേഴ്സിറ്റി. വീൽ ഓഫ് വോ എന്ന് വെച്ചാൽ ഇൻ പ്രോസ്പിരിറ്റി ആൻഡ് അഡ്വേഴ്സിറ്റി. വെൻ സ്ട്രോബെറീസ് ആർ റെഡ് ആൻഡ് പ്ലംപ് ദേ ആർ സെഡ് ടു ബി ഡാഷ്. എന്താണ് പറയുക? റൈപ്പ് എന്നാണ് അല്ലേ, റൈപ്പ്, വിളഞ്ഞു, റൈപ്പ്. അപ്പോൾ സ്ട്രോബെറീസ് റെഡും പ്ലംപും ആണെന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും? അത് വിളഞ്ഞതാണ് എന്ന് പറയും, റൈപ്പ്. ഓക്കെ, അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യമാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക? റീഡ് ദ പാസേജ് വായിച്ച് ഉത്തരം എഴുതാനാണ്. 20ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ B ആണ്. 20 ഓപ്ഷൻ B എഴുതിയവർക്കാണ് ശരി ഉത്തരം വരുന്നത്. ബോൾ ഗെയിം എന്ന് പറയുന്നതാണ് ശരി ഉത്തരം കേട്ടോ. അടുത്ത 21 എന്ന് പറയുന്നത് ഓപ്ഷൻ C. ഇങ്ങനത്തെ പാസേജ് ചോദ്യങ്ങളൊന്നും ഭാഗ്യവശാൽ നമുക്കിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് അതില്ല. പക്ഷേ ഈ ഒരു മോഡൽ നമുക്ക് വരുന്ന പരീക്ഷകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. കാര്യം ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന PSC ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവന്നൂടാ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് നിലവിൽ നമ്മുടെ SSC പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു രീതിയാണ് അല്ലേ. അപ്പോൾ 20ാമത്തെ ചോദ്യം ഓപ്ഷൻ B ആണ്. 21ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ C, 21 ഓപ്ഷൻ C ആണ്. 22ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ B, 22 ഓപ്ഷൻ B ആണ് ശരി ഉത്തരം. 23ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത്
ഓക്കെ, സോറി, 22ാമത്തെ ചോദ്യമാണ് ഓപ്ഷൻ ബി വരുന്നത്. 23ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. 23 ഓപ്ഷൻ എ ആണ് കേട്ടോ, ഓപ്ഷൻ ബി അല്ല. 23 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. എന്നാൽ 24ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം എന്താണെന്ന് അറിയാമോ? 24ാമത്തത് ഓപ്ഷൻ ഡി ആണ്. 24 ഓപ്ഷൻ ഡി ആണ്. 25ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 26 നമുക്ക് നോക്കാം. 26ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ലെറ്റസ് പ്ലേ ചെസ് ആണ്. അതിൻ്റെ മുന്നിലൊന്നും വരേണ്ട ആവശ്യമില്ല, ലെറ്റസ് പ്ലേ ചെസ് എന്ന് തന്നെയാണ്. ചൂസ് ദ വേർഡ് വിച്ച് കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വാക്ക് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം കേട്ടോ. അഡൾട്ടേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള വാക്ക്. Can I count dash your help? Can I count dash your help? Can I count on your help? ആണല്ലേ, on your help. അടുത്ത ചേഞ്ച് ദ സെന്റൻസ് ഇൻടു പാസീവ്. He is writing a book. He is writing a book നെ നമുക്ക് എങ്ങനെ പാസീവിലോട്ട് മാറ്റാം? The book is being written by him. The book is being written by him. അടുത്ത 30ാമത്തെ ചോദ്യം ക്യാൻസൽ ആവും, കാര്യം ഇതിനകത്ത് ഉത്തരം വരുന്നില്ല. 30ാമത്തെ ചോദ്യം ക്യാൻസൽ ആവും. അടുത്ത 31ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 31ാമത്തെ എന്താണ്? സ്റ്റോം. ഇതിൻ്റെ കറക്റ്റ് ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. ഡാർക്ക് ക്ലൗഡ്സ് were seen before the storm. Dark clouds were seen before the storm എന്ന് പറയുന്നതാണ് കറക്റ്റ് ഉത്തരം. The person who always has something negative to say. അപ്പോൾ എപ്പോഴും നെഗറ്റീവ് പറയുന്ന ഒരു ദുരന്തനാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഡെബ്ലി ഡൗണർ എന്ന് പറയും അല്ലേ? എന്താണ് പറയുന്നത്? ഡെബ്ബി ഡൗണർ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാൻ ഒരു ദുരന്തനായി പോയി. നമ്മുടെ അമർ അക്ബർ അന്തോണി പറയുമ്പോൾ അങ്ങനത്തെ ദുരന്തന്മാർ എന്താണ് പറയുന്നത്? ഡെബ്ബി ഡൗണർ. ഓക്കെ, ഡെബ്ബി ഡൗണർ. ഇപ്പോൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, മോനെ ഡെബ്ബി ഡൗണർ എന്ന് വിളിച്ചാൽ മതി, ആൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അകത്ത് കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അകത്ത് കടത്തുക അറിയാമോ? അകത്ത് കടത്തുക എന്താണ് വരിക? എന്താണ്? ഭക്ഷിക്കുക എന്നാണ് കേട്ടോ. എന്താണ്? ഭക്ഷിക്കുക എന്നാണ് കറക്റ്റ് ഉത്തരം. അകത്ത് കടത്തുക, ഭക്ഷിക്കുക. പറയുന്ന കേട്ടില്ലേ? ഒരു പറ ചോറാണ് അവൻ അകത്ത് കടത്തിയത്. എന്താണ് സംഭവം? ഒരു പറ ചോറാണ് അവൻ കഴിച്ചത്. ദ്രുതം എന്ന പദത്തിന്റെ വിപരീതം എന്താണെന്ന് അറിയാമോ? ദ്രുതം എന്താണ് അതിന്റെ വിപരീതം? മന്ദമാണ്. മന്ദം എന്നാണ് ദ്രുതം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതം മന്ദമാണ്. നെന്മണി എന്ന പദം പിരിച്ചെഴുതുക. നെന്മണി എങ്ങനെയാണ് പിരിച്ചെഴുതുക? നെല്ല് അധികം മണിയാണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെല്ല് അധികം മണിയാണ് നെൽമണി. ഈ ലായിൻ്റെ അടിയിൽ മറ്റേ ചില്ലിലായല്ല വരുന്നത്, കണ്ടല്ലോ. നെല്ല് അധികം മണിയാണ് നെന്മണി. ശത്രു എന്ന പദത്തിന്റെ പര്യായം എന്താണെന്ന് അറിയാമോ? ശത്രു എന്ന് പറയുന്ന പദത്തിന്റെ പര്യായം വൈരിയാണ് കേട്ടോ. ഇതിൽ ശത്രു എന്ന് പറയുന്ന പദത്തിന്റെ പര്യായം എന്താണ്? വൈരിയാണ് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം, വൈരി. ഓക്കെ, അടുത്ത ശരിയായ പദം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 37ാമത്തത്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. പ്രദക്ഷിണം എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം, പ്രദക്ഷിണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു കൈ നോക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? വേണമെങ്കിൽ ഒരു കൈ നോക്കാം, പറയുന്ന കേട്ടിട്ടില്ലേ? എന്താണ്? പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ. എന്താണ് ഒരു കൈ നോക്കുക എന്ന് പറഞ്ഞാൽ? പരീക്ഷിക്കുക. വേണമെങ്കിൽ ഞാൻ ഒരു കൈ നോക്കാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് പരീക്ഷിച്ച് നോക്കാം. കൺ പ്ലസ് നീർ കണ്ണീർ എന്ന പദത്തിലെ സന്ധി ഏതെന്നാണ് ചോദ്യം. കൺ പ്ലസ് നീർ കണ്ണീർ എന്ന് പറയുന്ന പദത്തിലെ സന്ധി ഏത് എന്നാണ് നമ്മുടെ 39ാമത്തെ ചോദ്യം. ഏതാണ് സന്ധി? ആദേശസന്ധിയാണ് അല്ലേ? ആദേശസന്ധിയാണ്. ഇവിടെ ഇന്നാന്ന് പറയുന്ന ഒരു വാക്ക് പുതുതായിട്ട്, ഒരു അക്ഷരം പുതുതായിട്ട് വരുന്നുണ്ട്. അത് ആദേശമാണ്, ആദേശസന്ധിയാണ്. അടുത്ത് ടു നിപ്പ് ഇൻ ദി ബഡ് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ടു നിപ്പ് ഇൻ ദ ബഡ് എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? മുളയിലേ നുള്ളുക. അവൻ്റെ ആ ശീലം നമുക്ക് നിപ്പ് ഇൻ ദ ബഡ് എന്ന് വെച്ചാൽ എന്താണ്? മുളയിലേ നുള്ളണം അല്ലേ? അടുത്തെന്താണ്? ജിജ്ഞാസ എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? മലയാളവും ഇംഗ്ലീഷും ഒക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ജിജ്ഞാസ എന്ന് പറയുന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? ജിജ്ഞാസ എന്ന് പറയുന്നതിൻ്റെ എന്താണ്? അറിയാനുള്ള ആഗ്രഹമാണ് അല്ലേ? അറിയാനുള്ള ആഗ്രഹമാണ്. സത്യം പറഞ്ഞാൽ ഇതിലെ മലയാളം ഇംഗ്ലീഷൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ബാക്കി പരീക്ഷകൾക്കും കൂടി വേണമെങ്കിൽ ഇതൊരു മോഡലാക്കി വെച്ച് പഠിക്കാൻ പറ്റുന്ന നല്ല ക്വസ്റ്റ്യൻസ് ആണ് മലയാളവും ഇംഗ്ലീഷും. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണെന്ന് അറിയാമോ? വിദ്വാൻ വിദുഷി എന്നാണ് അല്ലേ? എന്താണ്? വിദ്വാന്റെ പദത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? വിദുഷി എന്നാണ് അതിന്റെ സ്ത്രീലിംഗം വരിക. പൂരം എന്താണ്? അതുപോലെ തന്നെ പുരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്നാണ് നമ്മുടെ 43ാമത്തെ ചോദ്യത്തിൻ്റെ വരുന്നത്. പൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി പൂരമുണ്ട്. തിരുവനന്തപുരം. ആ പുരമാണ് എന്ത്? നഗരം. അപ്പോൾ പൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഘോഷമാണ് അല്ലേ? നമുക്കറിയാം പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം അല്ലേ? എന്താണ്? ആഘോഷം. അടുത്ത് സാക്ഷികാരമായ വിഭക്തി വിഭാഗം ഏതാണ്? സാക്ഷികാരമായ വിഭക്തി വിഭാഗം ഏത് എന്നാണ് 44. എന്താണ്? സംയോജികയാണ് കേട്ടോ. ഇതിൽ സംയോജിക ഓപ്ഷൻ ഡി ആണ് ശരി. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണല്ല. അടുത്ത മുൻവിനയച്ചത്തിന് ഉദാഹരണം എന്താണ്? ഓടിക്കയറി എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഇതിൽ മുൻവിനയച്ചത്തിന് ഉദാഹരണം. ഒറ്റപ്പദം എഴുതുക. അന്യദേശത്തുള്ളവൻ. അന്യദേശത്തുള്ളവനെ നമ്മൾ എന്താണ് പറയുന്നത്? പരദേശിയാണ് അല്ലേ? പരദേശി. പിരിച്ചെഴുതുക. ഇക്കാര്യം എന്ന് പറയുന്നതിന് എങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതാനായിട്ട് പോകുന്നത്? ഈ പ്ലസ് കാര്യമാണ് ഇക്കാര്യം. അടുത്ത് കൊടിക്കുറ എന്ന് പറയുന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതെന്നാണ് ചോദ്യം.
ഒന്ന് പറഞ്ഞേ 48ാമത്തത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. കേതനം എന്നാണ് കേട്ടോ. കേതനം. അടുത്ത ശരിയായ പദം ഏതെന്നാണ്. അപ്പോൾ ശരിയായ പദം ഈ 49ാമത്തെ വായിച്ചു നോക്കിയിട്ട് ശരിയായത് ഏതാണെന്ന് നോക്കിയേ. ഓപ്ഷൻ സി ആണ്. അഖിലേഷൻ എന്നാണ് ഇങ്ങനെയാണ് എഴുതുന്നത്. അഖിലേഷൻ കേട്ടോ. അഖിലേഷൻ. അടുത്ത് ചെമ്പ് തെളിയുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? സത്യം പറഞ്ഞാൽ ഇത് മലയാളത്തിൻ്റെ ഒരു അയ്യര് കളിയാണ് അല്ലേ. സൂപ്പർ ക്വസ്റ്റ്യൻസ് ആണ്. മലയാളത്തിൻ്റെ എല്ലാം നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ചെമ്പ് തെളിയുക എന്ന പദത്തിൻ്റെ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദ്യം. ചെമ്പ് തെളിയുക അറിയാമോ? ചെമ്പ് തെളിയുക എന്ന് വെച്ചാൽ എന്താണ്? സത്യം പുറത്താക്കുക എന്നാണ് കേട്ടോ. സത്യം പുറത്താക്കുക. ഓപ്ഷൻ എ സത്യം പുറത്താക്കുക. കൂപം എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? കൂപമണ്ടൂകം. നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ കൂപമണ്ടൂകം? എന്താണ്? കിണറ്റിലെ തവള. അതാണ് മണ്ടൂകം എന്ന് വെച്ചാൽ തവള എന്നാണ്. കൂപം എന്ന് വെച്ചാൽ കിണറെന്നാണ്. ഓഫ് ആൻഡ് ഓൺ എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓഫ് ആൻഡ് ഓൺ അറിയാമോ? ഓഫ് ആൻഡ് ഓൺ വല്ലപ്പോഴും എന്നാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. വല്ലപ്പോഴും. ഓഫ് ആൻഡ് ഓൺ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും. 53ാമത്തേത് വായിച്ചു നോക്കിയേ. 53ാമത്തേത് എന്താണ്? വിച്ച് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ അലൂവിയൽ സോയിൽ ഈസ് നോട്ട് കറക്റ്റ്. ഈ പറയുന്നവയിൽ അലൂവിയൽ സോയിലുമായി ബന്ധപ്പെടുത്തിയിട്ട് തെറ്റായിട്ടുള്ളത് ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ 53ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നൺ ഓഫ് ദീസ് ആണ്. കാര്യം ഇതിനകത്ത് പറയുന്നത് എല്ലാം ശരിയാണ്. ദേ ആർ ഡെപ്പോസിഷണൽ സോയിൽ ട്രാൻസ്പോർട്ടഡ് ബൈ റിവേഴ്സ്. അതുപോലെ തന്നെ ദീസ് സോയിൽസ് കൺവേർട്ടഡ് 40% ഓഫ് ടോട്ടൽ ലാൻഡ് ഏരിയ. അതുപോലെ തന്നെ ദേ ആർ ജനറലി റിച്ച് ഇൻ പൊട്ടാഷ് ആൻഡ് ലൈം എന്നൊക്കെ പറയുന്ന ഈ 3 പോയിന്റുകളും ശരി ഉത്തരം തന്നെയാണ്. ദ ലാർജസ്റ്റ് സാൻഡ്സ്റ്റോൺ കേവ് ഇൻ ദ വേൾഡ് കേംപൂർ ഈസ് ഇൻ വെയർ. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ ലാർജസ്റ്റ് സാൻഡ് സ്റ്റോൺ കേവ് ആണ് ഏതാണ്? കേരംപുരി. അപ്പോൾ ഈ കേരംപുരി എവിടെയാണ് എന്നാണ് നമ്മളോട് 54ാമത്തെ ചോദ്യത്തിനകത്ത് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണെന്ന് അറിയാമോ? മേഘാലയയിലാണ്. 54ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. മേഘാലയ. 55 The principal copper deposits in India lie in which among the following places? ഓക്കെ, അപ്പോൾ കോപ്പർ ഡെപ്പോസിറ്റ്സ് എവിടെയാണുള്ളതെന്നാണ് നമ്മളോട് 55 ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ്? ഖേത്രി ഇൻ രാജസ്ഥാൻ ആണ് കേട്ടോ. ഖേത്രി ഇൻ രാജസ്ഥാൻ. ഓപ്ഷൻ ബി. അടുത്ത് വിക്ടറി ഹൂ മേഡ് the declaration known as ഓഗസ്റ്റ് ഓഫർ. അപ്പോൾ ഈ ഓഗസ്റ്റ് ഓഫർ നടത്തിയത് ആര് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ലോർഡ് ലിൻലിത്ഗോ ആണ് അല്ലേ. ലിൻലിത്ഗോ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ദ വൈസ്രോയ്, വിക്ടറി അല്ല വൈസ്രോയ് എന്നാണ്. ദ വൈസ്രോയ് ഹൂ മേഡ് ഡിക്ലറേഷൻ നോൺ ആസ് ഓഗസ്റ്റ് ഓഫർ. ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്ന ഈ ഒരു പരിപാടി നടത്തിയ വൈസ്രോയ് ആരെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ലിൻലിത്ഗോ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലാഹോർ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നോട്ട് റിലേറ്റഡ് അതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് നമ്മളോട് 57ാമത്തെ ചോദ്യത്തിനകത്ത് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ സി ആണ് വരേണ്ടത് കേട്ടോ. 1ഉം 4ഉമാണ് ഇതിനകത്ത് ഉൾപ്പെടാത്തത്. എന്ന് പറയുമ്പോൾ 1 എന്ന് പറയുന്നത് കണ്ടല്ലോ 1ഉം 4ഉമാണ് ഇതിനകത്ത് ഉൾപ്പെടാത്തത്. ക്വസ്റ്റ്യനും ഇതിൻ്റെ മാർക്ക് ആൻസർ കീയും ഞാൻ നമ്മുടെ ചാനലിനകത്ത് ഇട്ടേക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. ഹൂ ഡ്രാഫ്റ്റ് ദ റെസൊല്യൂഷൻ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഈ ഒരു ഡ്രാഫ്റ്റ് പുറത്തിറക്കിയത് ആര് എന്നാണ് നമ്മൾ 58ാമത്തെ ചോദ്യം. ആരാണ് പുറത്തിറക്കിയത്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ. നെഹ്റു ആണ് പുറത്തിറക്കിയത്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. വിച്ച് ഈസ് ദ ഫസ്റ്റ് ബുക്ക് ഇൻ മലയാളം ക്രിട്ടിസൈസിങ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് അൺടച്ചബിലിറ്റി? ജാതി വ്യവസ്ഥയും അതുപോലെ തന്നെ തൊട്ടുകൂടായ്മയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന എതിർക്കുന്ന പുസ്തകം ഏത്? മലയാളത്തിലെ പുസ്തകം ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? ജാതിക്കുമ്മിയാണ് കേട്ടോ. ജാതിക്കുമ്മി. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ജാതിക്കുമ്മി. അടുത്ത ചോദ്യം. ദ ഫസ്റ്റ് മാസ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റി ഇൻ കേരള. അപ്പോൾ കേരളത്തിൽ അൺടച്ചബിലിറ്റിക്ക് എതിരായിട്ടുണ്ടായ ആദ്യത്തെ മാസ് സ്ട്രഗിൾ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സംഘടിത കലാപം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണെന്നറിയാമോ? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. വൈക്കം സത്യാഗ്രഹമാണ് അല്ലേ. വൈക്കം സത്യാഗ്രഹം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ജവഹർ റോസ്ഗാർ യോജന. ജവഹർ റോസ്ഗാർ യോജനയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. പ്രൊവൈഡിങ് എംപ്ലോയ്മെന്റ് ടു റൂറൽ അൺഎംപ്ലോയിഡ് കേട്ടോ. പ്രൊവൈഡിങ് എംപ്ലോയ്മെന്റ് ടു റൂറൽ അൺഎംപ്ലോയിഡ്. അതുപോലെ ഹൂ ഡ്രാഫ്റ്റ് ദ ഓപ്പണിംഗ് ചാപ്റ്റേഴ്സ് ഓഫ് ഫസ്റ്റ് 5-year പ്ലാൻ? ഓക്കെ, അപ്പോൾ ആരാണ് നമ്മുടെ ഫസ്റ്റ് 5-year പ്ലാൻ്റെ ഓപ്പണിംഗ് ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 62ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം KN രാജാണ് അല്ലേ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. KN രാജാണ്. VDU ഈസ് യൂസ്ഡ്. VDU എന്ന് പറഞ്ഞത് എന്താണെന്നാണ് നമ്മുടെ 62ാമത്തെ ചോദ്യം. ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് കേട്ടോ. ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അടുത്ത ബൈ ഡിഫോൾട്ട് ദ പേജ് ഓറിയന്റേഷൻ ഇൻ ദ 2007 ഈസ് എന്താണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ്. പോർട്രൈറ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. പോർട്രൈറ്റ് ആണ്. ഇതൊക്കെ ബാക്കി കമ്പ്യൂട്ടറാണ്. ഞാനത് ചോദ്യം വായിക്കുന്നില്ല, ഉത്തരം മാത്രം ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ 65ാമത്തെ ചോദ്യം എക്സാമ്പിൾ. 65ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയാമേ. 65 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം കേട്ടോ. വിൻസിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത് 66ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. 66 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 67ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 67 ഓപ്ഷൻ സി ആണ്. 68 വരുന്നത് ഓപ്ഷൻ എ ഡൊമൈൻ നെയിം എന്ന് പറയുന്നതാണ് ശരി ഉത്തരം. അടുത്ത 69ാമത്തെ വരുന്നത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത 70ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി അപ്ലോഡിംഗ് ആണ്. 71 ചോദ്യം ക്യാൻസൽ ചെയ്യും, ഇതിനകത്ത് ഉത്തരം വരുന്നില്ല. അടുത്ത 72ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത്
ഓപ്ഷൻ ബി. 72 ഓപ്ഷൻ ബി വേർഡ് കൗണ്ട് എന്ന് പറയുന്നതാണ്. അടുത്ത 73ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, റീപ്ലേസ് എ ടെക്സ്റ്റ് ആണ്. 74ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം നമുക്ക് നോക്കാം. 74ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഹോം ആണ്. ഓപ്ഷൻ എ ഹോം ആണ്. അടുത്ത 75ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരമാണെങ്കിൽ ഓപ്ഷൻ എ PDF ആൻഡ് XPS എന്നാണ്. 76ാമത്തെ ചോദ്യമാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ്, റിബൺ. 77ാമത്തെ ചോദ്യമാണെങ്കിൽ ഓപ്ഷൻ എ Ctrl+P ആണ്. 78 ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ ഫീൽഡ് നെയിം എന്നുള്ള പറയുന്നതാണ് ഓപ്ഷൻ എ ശരി ഉത്തരം വരുന്നത്. 79ാമത്തെ ചോദ്യമാണെങ്കിൽ ഓപ്ഷൻ സി ഇൻസേർട്ട് ആണ്. 80ാമത്തെ ചോദ്യമാണെങ്കിൽ ഓപ്ഷൻ സി ഡോക്യുമെൻ്റ് ആണ്. 81 വരുന്നത് ഓപ്ഷൻ സി തന്നെയാണ്. 81 ഓപ്ഷൻ ഓക്കെ. 79 ഓപ്ഷൻ സി ആണ്. 79 ഓപ്ഷൻ സി ആണ്. 80 ഓപ്ഷൻ സി ആണ്. 81 വരുന്ന ഓപ്ഷൻ എ ആണ്, റിവ്യൂ എന്ന് പറയുന്നതാണ്. അടുത്ത 82 വരുന്നത് ഓപ്ഷൻ സി സ്മാർട്ട് ആൾട്ട് എന്ന് പറയുന്നതാണ് ശരി ഉത്തരം. അടുത്ത 83 വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്, F7 ആണ് 83ൻ്റെ ശരി ഉത്തരം. 84ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി കസ്റ്റം സ്ലൈഡ് ഷോ. 85ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് എന്താണ്, റെഡിഫ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. 86ാമത്തെ വരുന്നത് Ctrl+Shift+A ആണ്. Ctrl+Shift+A ആണ്. 87 വരുന്നത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് 87ാമത്തെ ഉത്തരം. 88ാമത്തെ ഉത്തരം വരുന്നത് XFD ആണ്. XFD ആണ് 88. 89ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഹോം ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, ഹോം ആണ്. 90ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി റീജിയൺ ആൻഡ് ലാംഗ്വേജ്. 91ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ പ്രിന്റ് ആണ്. 92ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഡാർക്ക് ബ്ലാക്ക് ബോർഡർ എന്ന് പറയുന്നതാണ് ശരി ഉത്തരം. 93ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി പ്രിന്റ് ടൈറ്റിൽസ് എന്നാണ് അല്ലേ, പ്രിന്റ് ടൈറ്റിൽസ് ആണ്. 94ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, കണ്ടല്ലോ. 95ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 96ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 97ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ലേസർ പ്രിന്റർ. 98ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, F5 എന്ന് പറയുന്നത്. 99ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് .avi. 100ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് Ctrl+O ആണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് നമ്മുടെ ഇന്ന് നടത്തിയിട്ടുണ്ടായിരുന്ന ജൂനിയർ ടൈപ്പിസ്റ്റ് LD ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ചോദ്യമാണ്. ഒരുപാട് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ ടൈപ്പിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആൻസർ കീയും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലിട്ടേക്കാൻ, ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഈ പരീക്ഷ എഴുതിയ കൂട്ടുകാരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ടെലഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ടെലഗ്രാമിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.